ഹായ് രമേശ് ചേട്ടാ. ഹായ് ചേട്ടാ. ഹലോ. ഈ സമയത്തിനെത്തുക പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ബോയ്സിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമയത്തിനെത്തുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാളും ബുദ്ധിമുട്ട് ആർക്കാന്നറിയോ? രാവിലെ നമ്മൾ വിളിക്കാൻ ഏൽപ്പിച്ച അമ്മമാർക്കാ. എങ്ങനെയാ രാവിലെ എൻ്റെ അമ്മക്ക് എങ്ങനെ ഉമ്മ എങ്ങനെ വിളിക്കല്? എടാ ശിബിലെ എണീക്കടാ, അനക്ക് 9:30 കോളേജില്ലേ, 9:15 പെട്ടെന്ന് എണീക്കേ. നമ്മൾ കണ്ണും തിന്മി എണീറ്റ് ക്ലോക്കൊക്കെ നോക്കുമ്പോൾ 8 മണിയായിട്ടുണ്ടാവുള്ളൂ. ഈ നേരം വൈകി എണീക്കുമ്പോഴുള്ള ഒരു വ്യത്യസ്തമായ കാര്യം എന്താണെന്നറിയോ? നേരം വൈകിട്ട് എണീക്കുമ്പോൾ നമ്മൾ ഒരു സാധനം തിരഞ്ഞാൽ കിട്ടൂല. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള സാധനം കൂടി നമുക്ക് തിരഞ്ഞാൽ കിട്ടൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരം വൈകി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും വേറെ വേറെ സ്ഥലത്താണ്. നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ എത്തണം, അവിടുന്ന് പെട്ടെന്ന് കോളേജിൽ പോകണം എന്നാണ്. മനസ്സ് ശരീരത്തിന് എങ്ങനെ വിളിക്കും? എടാ വാടോ, പെട്ടെന്ന് വാ 5 മിനിറ്റ് കൊണ്ട് ബസ് തരും, സൂപ്പർ കിങ് എത്താനായി, പെട്ടെന്ന് വാ. അപ്പോൾ ശരീരം എങ്ങനെ പെട്ടെന്ന് വരണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ പാൻറ്റും ഷർട്ടും ഇടാതെ ഞാൻ എങ്ങനെ വരിക? ഈ തോർത്തെടുത്തുകൊണ്ട് എനിക്ക് ബസ് സ്റ്റോപ്പിൽ വരാൻ പറ്റുമോ? ഞാൻ കോളേജിൽ പുലിക്കളിക്കല്ല പോകുന്നത്. ഈ തോർത്തുകൊണ്ട് നില കൊള്ളുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രത്തിന് വരെ തെളിയിക്കാൻ പറ്റൂല. കാര്യം ഇത് വല്യപ്പാക്ക് സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയ തോർത്താ. ഈ തോർത്തുമുണ്ടിൽ ഫുള്ള് ഓട്ടയാണ്, കുറച്ച് നൂലുകൾ ആയിക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രം പറയും ദിസ് തോർത്തുമുണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ നേരം വൈകിയ സമയത്ത് നമുക്കൊന്നും തിരഞ്ഞാൽ കിട്ടില്ല. നമുക്ക് ഒറ്റ വഴിയുള്ളൂ. അമ്മ എൻ്റെ പാൻ്റ് എവിടെ? അമ്മ എൻ്റെ ഷർട്ട് എവിടെ? അമ്മ ഒരു പരിഹാരം പറഞ്ഞുതരും. ഇതൊരു പെണ്ണെണ്ണ് കെട്ടിക്കോ. അമ്മ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പെണ്ണ് കെട്ടിക്കോ എന്നാ പരിഹാരം പറയാം. അമ്മ എന്നെ തേനീച്ച കുത്തി, ഇതൊരു പെണ്ണ് കെട്ടിക്കോ. പൊതുവെ അമ്മമാർ രാവിലെ നേരത്തൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പാൻറ്റും ഷർട്ടും കിട്ടിയാൽ മതി, പക്ഷെ അമ്മമാർക്ക് എൻ്റെ കാര്യം നോക്കണം, ഉപ്പാൻ്റെ കാര്യം നോക്കണം, പങ്ങളുടെ കാര്യം നോക്കണം. ഇനി വീട്ടിൽ കോഴിയോ താറാവോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യമൊക്കെ അമ്മമാർക്ക് നോക്കണം. ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് കുറച്ച് മുട്ടിടുന്നതും അല്ലാത്തതുമായി കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. ഞാൻ ഈ കോഴികളുടെ കാര്യമൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടനൊക്കെ ഭയങ്കര പെറ്റ് ലവറാണ്. നമ്മൾ പെറ്റ് ഫ്ലിക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് പെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്ക് ഈ ജീവികളോട് വലിയൊരു താല്പര്യമില്ലാത്ത ആളാണ്. ഇപ്പോൾ വീട്ടിൽ കോഴി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഈ കോഴീൻ്റെ കാര്യമൊന്നും അധികം മൈൻഡ് ചെയ്യില്ല. അപ്പോൾ വ്യത്യസ്തമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കോഴി ഞാനും തമ്മിലൊരു ഈഗോ ക്ലാഷാണ്. കോഴിക്കും ചാടാ, എനിക്ക് കോഴിനോട് അങ്ങോട്ടും ചാടാ, കോഴിക്കും എന്നോടും ചാടാ. ഞാൻ ഈ കോഴി ഒരു ജീവി വീട്ടിലുണ്ടെന്ന് ഞാൻ ഓർക്കലേ ഇല്ല. ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ കോഴി വീട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ പോകുന്ന വഴിക്ക് ഓരോ ജാടട്ട് വെച്ചിട്ട് കോഴി ഇങ്ങനെ പോകും. ഞാനാണെങ്കിൽ കറക്റ്റ് ആ ജാടയിൽ ചവിട്ടും ചെയ്യും. കോഴി ഇങ്ങനെ വന്നിട്ട് എന്താ എനിക്ക് ഇന്നൊന്നും മൈൻഡ് ചെയ്താല്? ഞാനും ഈ വീട്ടിലാണ്, എന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? ഞാനും കോഴി, നീയും കോഴി. +2 നിന്റെ വിളിപ്പേര് ഗിരിരാജൻ നേനു, അത് നീ മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ നേരം വൈകി നേരത്തെ ഈ ഹറിബറിയിൽ നിൽക്കാണല്ലോ, നമ്മൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അലമാര ഒന്ന് തുറക്കണടുത്തായിട്ട്. ഈ അലമാരൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഗേൾസിൻ്റെ അലമാരയും ബോയ്സിൻ്റെ അലമാരയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഗേൾസിൻ്റെ അലമാര എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇവിടെ, അടുത്ത ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇവിടെ, ഗാഡ്ജറ്റും വളയും അലങ്കാരവും മറ്റേ നെറ്റിപ്പട്ടം വരെ ഉണ്ടാവും അവിടെ. ബോയ്സിൻ്റെ അലമാര ആണെങ്കിൽ ഇത് ഈ ഗേൾസിൻ്റെ അലമാര തുറക്കുമ്പോൾ ഒരു നല്ല സുഗന്ധമൊക്കെ ഉണ്ടാവും. ബോയ്സിൻ്റെ അലമാര തുറക്കുമ്പോൾ ഈ മെറ്റൽ ലോറിൻ്റെ ബാക്കത്തെ ഡോറ് തുറക്കുന്ന വരിക, തുറക്കുന്നിട്ട് ഇങ്ങോട്ട് മാറിക്കണം, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ പാടെ മേത്ത് കൂടി വീഴും. അമ്മനോട് ഇത് എടുത്തു തരാൻ പറയേണ്ടി വരും. നമ്മൾ അരമണിക്കൂർ, ഈ നേരം വൈകിയ നേരത്തെ ഉണ്ടല്ലോ, കോളേജിൽ ഇപ്പോൾ 1 അവർ കഴിഞ്ഞിട്ടുണ്ടാവും, ബസ്സൊക്കെ പോയിണ്ടാവും. നമ്മൾ ഈ അരമണിക്കൂർ ഇന്ന് തിരഞ്ഞാലും നേരം വൈകിയ സമയത്ത് നമുക്ക് ഈ പാൻറ്റും ഷർട്ടും കിട്ടൂല. അമ്മ വരേണ്ടി വരും. അമ്മ ഇങ്ങനെ വന്നിട്ട് ഡ്രസ്സ് ഒന്നായിട്ട് പെരുന്നെടുക്കായിരിക്കോട്ടോ, എന്നാ ഇതല്ല എൻ്റെ പാൻറ്റ്, എന്നാ കൊണ്ടേക്കോ, ഇതെൻ്റെ ഷർട്ട്. നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കിക്കും. അരമണിക്കൂർ നമ്മൾ ഇന്ന് തിരഞ്ഞ സാധനം 1 സെക്കൻഡ് കൊണ്ട് ചത്ത എലിക്കുട്ടിനെ പിടിച്ചോണ വരെ അമ്മ നമുക്ക് കൊണ്ടുവരും. എന്തായാലും നമുക്ക് സമാധാനമായി. കാര്യം എന്താ, നമുക്ക് ഈ പാൻറ്റും ഡ്രസ്സും കിട്ടി. ഇനി ബാഗൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ പോയാൽ മതി. 2 ചെരുപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പിലെത്താം, എന്നിട്ട് പെട്ടെന്ന് കോളേജിൽ പോവാം. ഈ 2 ചെരുപ്പ് ചിലപ്പോൾ നമ്മളെ പൊട്ടം കളിപ്പിക്കാറുണ്ട്. കാര്യം എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ്, ഞാൻ വീടിൻ്റെ മുന്നിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ചെരുപ്പ് ബാക്കിലാവും, വീടിൻ്റെ ബാക്കിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെരുപ്പ് മുമ്പിലാവും നേരം വൈകിയ നേരത്ത്. ഇനി വീടിൻ്റെ മുമ്പിൽ ചെരുപ്പ് ഉണ്ടോയെന്ന് അസ്യൂം ചെയ്തിട്ട് ഞാൻ വീടിൻ്റെ ബാക്ക് പോയാലോ, അപ്പോൾ ചെരുപ്പ് ശരിക്കും മുമ്പ് തന്നെ കയറാം. ഓക്കെ, അപ്പോൾ വീടിൻ്റെ ഇപ്പോൾ അടുക്കളൻ്റെ ഭാഗത്ത് ഞാനൊരു ചെരുപ്പ് കണ്ടു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞ് എൻ്റെ കാല് ഞാൻ ചെരുപ്പിലോട്ട് വെക്കും. ഒരു കാല് ചെരുപ്പിലോട്ട് ഇട്ടു, രണ്ടാമത്തെ കാല് വെക്കാൻ നേരത്തെ രണ്ടാമത്തെ ചെരുപ്പ് കാണാണ്ടാവില്ല. അടുക്കളൻ്റെ ഭാഗത്ത് അറിയോ ഒരുപാട് ചെരുപ്പുകൾ ഇങ്ങനെ പെരന്നെടുക്കുന്നുണ്ടാവും. ഞാനാണെങ്കിൽ കൊറ്റി വെള്ളം കുടിക്കാൻ പോകുന്ന നിൽക്കുകയാണ്. ഈ ചെരുപ്പ് എന്തായാലും കാണണം. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടാവും നമ്മുടെ ചെരുപ്പ് രണ്ടാമനുണ്ടല്ലോ മറിഞ്ഞെടുക്കാവും. അപ്പോൾ കൂട്ടത്തിലായതുകൊണ്ട് മറിഞ്ഞെടുക്കായതുകൊണ്ട് നമുക്ക് ഈ ചെരുപ്പ് കാണൂല. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായി ആള് മറിഞ്ഞെടുക്കാണ്. നമ്മൾ സമാധാനത്തോട് കൂടിയിട്ട് ആ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് ഇതും കൂടി എടുത്താൽ പോകാലോ, ഈ ചെരുപ്പും കൂടി എടുത്താൽ പോകാലോ. അങ്ങനെ നമ്മൾ ആ ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും കോഴിക്കോട് അടുക്കളൻ്റെ അവിടെയുള്ളോ. ഞാൻ ജീവിതത്തിൽ ഒന്നും കൂടി ഓർക്കും എൻ്റെ വീട്ടിലൊരു കോഴി ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ ചെരുപ്പും കൂടി ഇട്ട് സമാധാനത്തോടുകൂടി ബസ് സ്റ്റോപ്പ് പോവാണ്. ഇപ്പം എല്ലാം റെഡിയായി. കോളേജിൽ 1 അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കും, കോളേജിൽ എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹലോ എടാ ശ്രീജിത്ത്, എന്തായിടാ കോളേജിൽ ഫസ്റ്റ് അവർ മിസ് കയറിയിട്ടുണ്ടോ?
ആടാ ശിബിരെ എവിടാ ജി വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ആടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ കേറാൻ നിക്കാണ്. ആ എടാ ഇജി ഇനി കോളേജിൽ വരണ്ട കേട്ടോ, കോളേജിൽ ഇന്ന് സ്ട്രൈക്കാണ്. എന്താടാ എന്താ സ്ട്രൈക്കിന് എന്താടാ കാരണം? ഞാൻ ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ. ആ അതെടാ കൊമേഴ്സ് ബ്ലോക്കിൽ ജനവാദിന്റെ വിജാഗിരി ലൂസായിട്ടുണ്ട്, മിക്കവാറും പ്രിൻസിപ്പാൾ രാജിവെക്കേണ്ടി വരും. താങ്ക് യു. ശിബിലേ, പറയ്. 2-3 കാര്യങ്ങളുണ്ട്. ഇനി നീ തമാശയൊന്നും പറയാതെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലും ഞങ്ങളൊരു 10-15 മിനിറ്റ് കേട്ടിരിക്കും. നീ ഒരു തമാശയും പറയണ്ട. അതിനുള്ള എന്തൊക്കെയോ ചില ഇനങ്ങളും ഒരു നിഷ്കളങ്കതയും അങ്ങനെയാണല്ലോ ചില പിള്ളേരെ നമ്മളൊക്കെ അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റിയ ഒരു പരിപാടിയും പ്രസന്റേഷനും ഒക്കെ നിനക്കുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതെ. മറ്റൊന്ന്, നമുക്ക് അകാരണമായി നിന്നോടൊരു ഇഷ്ടം തോന്നും. നീ ചിലപ്പോൾ ഒരു 100 രൂപ കടം ചോദിച്ച് തന്നു പോകും, ഒരു പരിചയമില്ലേലും. പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ചെരുപ്പ് മുന്നിലും പുറകിലും ആകുന്ന വിഷയം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയ പിന്നെ അതിന് പിന്നെ ഒരു വാതിലേ ഉള്ളൂ. പുറകിൽ വാതിൽ തുറന്ന് ചാടിയ പുറത്തേക്ക് വീണു, റോട്ടിലോട്ട് വീണു പോകും. അതുകൊണ്ട് അവിടെ വാതിലില്ല, ഈ പ്രശ്നം തീരുന്നു. പിന്നെ അലമാരയുടെ കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട് കേട്ടോ. ഞാനൊക്കെ ഞങ്ങളുടെ അലമാര വൃത്തിയായിട്ട് വെക്കുന്ന ആളാ. മാത്രമല്ല പെണ്ണുങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ 90% ഉടുപ്പ് മടക്കാൻ പറ്റിയല്ല. നമുക്ക് ഈ ഷർട്ടും ടീഷർട്ടും ഒക്കെ മടക്കി അങ്ങ് വെക്കുന്നതിനകത്ത് ഒരു മരുങ്ങുണ്ട്. പെണ്ണുങ്ങളുടെ ഒരു തരത്തിൽപ്പെട്ട ഈ ചുരിദാറൊക്കെ ജീവിതത്തിൽ മടക്കി വെക്കാൻ മടക്കാനില്ല. ഇത് ചുരുട്ടി കൂട്ടി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനത്തിനകത്ത് കുത്തിയിട്ട് സിപ്പിട്ട് എങ്ങനെയായാലും ചുരുണ്ടുകൂടി ഇരിക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കൂടെ പാട്ടുകാരുകളൊക്കെ ഷോയ്ക്കൊക്കെ വരുമ്പോ സൂപ്പർ ഷെറിനെ കണ്ടപ്പോഴും അവരിങ്ങനെ തുറക്കുമ്പോ ഫുൾ വീഴുന്നുണ്ട്. നമ്മൾ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ചില നമ്മുടെ കൂടെ വരുന്ന പാട്ടുകാരികൾ അവരിവരുടെയൊക്കെ വലിയ ഡ്രസ്സൊക്കെ എന്തിട്ട് സ്റ്റേജിൽ കയറി ഞാൻ കാണുന്ന ഷോ കഴിഞ്ഞ് ഇത് ഉരുട്ടിയിട്ട് കുത്തി കയറ്റി വെച്ചോണ്ട് പോകുന്നത്. മടക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ ഡ്രസ്സും മടക്കാൻ പറ്റുന്നുള്ള ഒരു വലിയ ക്വാളിറ്റി നമുക്കുണ്ട് കേട്ടോ. നിന്റെ അലമാരയൊക്കെ നീ വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ടോ? അതിൽ നമ്മളൊന്നും വെക്കാൻ റെഡിയല്ല. ഗംഭീരായി. ഷിബിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ എനിക്ക് ബേസിൽ ജോസഫിനെ പോലെ തോന്നി. ബേസിൽ ജോസഫിന്റെ കോളേജിലെ ഞാൻ ബേസിലിനെ കാണുമ്പോൾ അദ്ദേഹം ഇൻഫോ പാർക്കില് ജോലി ചെയ്യുമായിരുന്നു. ആ ബോഡി ലാംഗ്വേജ്, ആ ഫേസ്, ആ ക്യൂട്ട്നെസ് കൊണ്ട് മാത്രമല്ല അന്ന് കാണുമ്പോൾ ഇതേപോലത്തെ ഒരു വേഷമൊക്കെ ഇട്ടിട്ട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏതായാലും ഞാൻ ചിരിച്ചു ഒരുപാട്. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഞാൻ ഈ ബേസിലിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട്, അതായത് നമ്മൾ ചില ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഗൗരവമാകാൻ പറയും. അപ്പൊ ഞാൻ എൻ്റെ 2ാമത്തെ പടത്തിന്റെ ഡയറക്ഷൻ കിടക്കുന്ന സമയത്താണ് നമ്മൾ ഇത്തിരി ഗൗരവം കാണിക്കണം, ഡയറക്ടർ അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എനിക്ക് പറ്റില്ല, വേണ്ടപ്പോൾ കാണിക്കാം, ആവശ്യമില്ല. അല്ലാതെ വെറുതെ നമ്മൾ ഗൗരവം കാണിച്ചിരിക്കാൻ നമുക്ക് തന്നെ നമ്മളെ എന്തൊരു ബാധ്യതയായി മാറുന്നത്, എന്തൊരു സ്ട്രെയിനാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ. അപ്പൊ ഇയാൾ എന്നെ കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തന്നെങ്കിലും എനിക്ക് സത്യത്തിൽ ഇവനെ ബേസിലിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഇവനൊന്നും എന്തൊരു രസമാണെന്നറിയോ. വർത്താനം പറയാനും ചാടി മറിയാനും കുത്തി മറിയാനും ബഹളം വെക്കുക, ഒച്ച ചൂടാൻ എനിക്ക് ചെറുതായിട്ടുണ്ട് ഈ പ്രശ്നം. തമാശയുണ്ട്, വഴക്കുണ്ടെങ്കിൽ തമാശയുണ്ട്. ഈ ബേസിൽ അത്തരത്തിലൊരാളാണ്. എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും എന്നാണേലും ഒരു ക്യൂട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യും. അത് നീയും ചെയ്യുന്നുണ്ട്. ശിവനെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്ന കണ്ടല്ലോ. ആ പാട്ട് എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ശീലുണ്ട്. എന്നാ പിന്നെ ഒരു പാട്ട് പാടും. അത് മാറാലത്തുണ്ടുകളിൽ പ്രാണി കടിച്ചു, ഓഡിറ്റോറിയത്തിൽ മാങ്ങയണ്ടികൾ എന്നൊക്കെ പറയുന്ന പാട്ടാട്ടോ ഇവൻ ഉണ്ടാക്കുന്നത്. ബേസില് തന്നെ. ചട്ടിയിലെ കടുകുകളെ, കടുകു വറുത്തൊരു കപ്പക്കിഴങ്ങേ, കറിവേപ്പിലയുടെ രുചിമുകുളം തക്കാളിയിലുണ്ടോ? കറുകാപ്പട്ട പൊട്ടുകളെ, വെട്ടിയ വെണ്ടക്ക ഞെട്ടുകളെ, തൊട്ടിൻ കരയിലെ ചെമ്മീൻ കുഞ്ഞ് വീട്ടക്ക് പാസാണോ? തൂമ്പിച്ച പയറിൻ പീസുകളും ഇഞ്ചിപ്പുളിയും തിന്നപ്പോൾ വയറിനുള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ പ്രളയം. സൂക്ഷ്മളലടുവിൻ ചെറുമണികൾ വിശ്രമമുറിയിൽ വീണപ്പോൾ മുറിയുടെ നടുകെ മണിയനുറുമ്പ് ട്രാഫിക് ബ്ലോക്കാക്കി. ചീഞ്ചട്ടിയിലെ കടുകുകളെ, കടുകു വറുത്തൊരു കപ്പക്കിഴങ്ങേ, കറിവേപ്പിലയുടെ രുചിമുകുളം തക്കാളിയിലുണ്ടോ? മട്ടല് വീണ പറമ്പുകളെ, മണ്ടകായാത്ത തെങ്ങുകളെ, തോട്ടിൽ ചാടിയ കൊട്ടത്തേങ്ങ ഹൈക്കിങ്ങിന് പോയോ? മാവിൻ കൊമ്പിൻ തുമ്പത്തെ ഇത്തിൽ കണ്ണി മുറിച്ചപ്പോൾ മാവിൻ ചോട്ടിലെ മുരിങ്ങ കമ്പിന് വൈകല്യം വന്നോ?
മൺചട്ടിയിലെ കടുകുകളെ കടുകു വറുത്തൊരു കപ്പക്കിഴങ്ങേ കറിവേപ്പിലയുടെ രുചിമുകുളം തക്കാളിയിലുണ്ടോ കറുകാപ്പട്ട പൊട്ടുകളെ വെട്ടിയ വെണ്ടക്ക ഞെട്ടുകളെ ചോറ്റിൻ കരയിലെ ചെമ്മീൻ കുഞ്ഞ് വീട്ടക്ക് പാസ്സാണോ? താങ്ക് യു. എടാ നീ നിന്നെ വിൽക്കുന്നുണ്ടോ? നീ നിന്നെ വിൽക്കുന്നുണ്ടോ? ഞാൻ എന്നെ പണി മേടിച്ചോളാം എടുത്തോ? അല്ലേ? ഞാനും നമുക്ക് ഷെയർ ഇട്ട് ഇവനെ ഞാൻ റെഡിയാ. മേടിച്ചോ. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഗംഭീരായി മോനെ. താങ്ക് യു.